പല ക്ഷേത്രങ്ങളിൽ പോകുന്നു, പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നു, ഹോമം ചെയ്യുന്നു, വഴിപാടുകൾ ചെയ്യുന്നു. പക്ഷെ അതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണ്? ഈ ലോകത്തെ സുഖഭോഗങ്ങൾ. അത് കൊതുകിനെ പോലെയാണ്, കീടങ്ങളെ പോലെയാണ്, ഒരു സമാധാനം തരത്തില്ല. നിങ്ങൾ പലതും ചെയ്യും. അതായത് നിങ്ങൾ ഒരിടത്ത് സമാധാനമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുമ്പോൾ കൊതു വന്നിട്ട് ഇങ്ങനെ കടിച്ചോണ്ടിരിക്കും. ഒരു സമാധാനം തരത്തില്ല. യോഗാനുഷ്ഠാനങ്ങൾ, ധ്യാനം, ഇതിലൊക്കെ ആകർഷണം തോന്നും. അതിലൂടെ സിദ്ധികൾ, കഴിവുകൾ നേടിയെടുക്കാൻ എനിക്കെന്റെ വായുവിനെ നിയന്ത്രിക്കാൻ കഴിയും, എനിക്ക് പല വ്യക്തികളുടെ മനസ്സ് വായിക്കാൻ കഴിയും, എനിക്ക് ആരുടെ ഏത് പ്രശ്നത്തെയും തിരിച്ചറിയാൻ കഴിയും, എനിക്ക് ചെറുതാകാൻ പറ്റും, എനിക്ക് വലുതാകാൻ പറ്റും, എനിക്കിത് ചെയ്യാൻ കഴിയും, എന്റെ കഴിവ് കണ്ടോ, എല്ലാവരും എന്നെ അംഗീകരിക്കൂ, എന്നെ ബഹുമാനിക്കൂ, എന്റെ കാൽക്കൽ വീഴൂ. ഇത് ഭക്തിക്ക് ഒരു തടസ്സം. ജ്ഞാനമാർഗത്തിലുള്ള യാത്ര. ജ്ഞാനമാർഗം എന്ന് പറഞ്ഞാൽ ഊഹാപോഹങ്ങൾ. നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഒരുപാട് ഭ്രാന്തന്മാരിങ്ങനെയുണ്ട്. അവർ പ്രഭാഷണമൊക്കെ എടുക്കും, അമ്പലത്തിൽ പോയി തൊഴും. മിക്ക പൂജാരിമാരും ഈ ഒരു അവസ്ഥയിലാണ്. പക്ഷെ ഭക്തി കാണത്തില്ല. കാരണം അവരെന്താ വിചാരിക്കും, ഇതൊക്കെ ജ്ഞാനത്തിനും വൈരാഗ്യത്തിനും വേണ്ടിയുള്ളതല്ലേ, ഇതൊക്കെ ഒരു സങ്കല്പം, ഇത് നമ്മുടെ ഒരു സങ്കല്പമല്ലേ. യഥാർത്ഥ ഒരു കല്ല്, ശില, അതിനെ നമ്മൾ സങ്കല്പിക്കുന്നു, നമ്മുടെ ഉള്ളിലെ ചൈതന്യത്തെ അതിൽ നിറയ്ക്കുന്നു, നമ്മൾ സങ്കല്പിക്കുന്നു. ഈശ്വരൻ എന്ന് പറയുന്ന ഒരു സങ്കല്പമല്ലേ. യഥാർത്ഥ എല്ലാം ബ്രഹ്മമല്ലേ, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുമല്ലേ. അതിന് പ്രത്യേകിച്ച് രൂപമൊന്നും ഇല്ലല്ലോ. നമ്മുടെ ഉള്ളിലും അതേ ചൈതന്യം, എല്ലാം ഒരേ ചൈതന്യം തന്നെയാണ്. എല്ലാം ഒരു വിശ്വാസം. അന്നേരം അതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രേതങ്ങളാണ്, ഭൂതപ്രേതങ്ങളാണ്. ഇങ്ങനെയുള്ളവർ പറയുന്നു ഒട്ടും സ്വീകരിക്കുക. അന്നേരം ഒന്നുകിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ലാഭത്തിന്റെ പുറകെ നടക്കുന്നു, അല്ലെങ്കിൽ പിന്നെ സിദ്ധികൾ, കഴിവുകൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രേതങ്ങളുടെ ബാധയിൽ പെട്ടുപോകും. അവർ ഈശ്വരനെ അംഗീകരിക്കുന്നില്ല, ഭക്തിയെ അംഗീകരിക്കത്തില്ല. നാമജപം എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ചൊറിയാണ്. അതായത് ഈ 3 കാര്യങ്ങളും നമുക്ക് തടസ്സമാണ്. എന്തൊക്കെ? ഭക്തി, മുക്തി, സിദ്ധി. ഇതിന്റെ പുറകെ ഒരിക്കലും പോകരുത്. ഭക്തി മാത്രം സ്വീകരിക്കും.